ഇതിനായി നമ്മൾ മേടിച്ചിരിക്കുന്ന ഏകദേശം 2 കിലോ ചെമ്മീനാണ്. അത് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവ ചേർത്ത് ഒരു 20 മിനിറ്റോളം മാഗ്നേറ്റ് ചെയ്ത ശേഷം നല്ലവണ്ണം വറുത്തെടുക്കുക. വറുത്തെടുക്കുമ്പോൾ ഏകദേശം 2 കിലോ ചെമ്മീൻ വറുത്ത് കഴിഞ്ഞാൽ 3/4 കിലോയോളം മീറ്റ് കിട്ടും. ചെമ്മീൻ വറുക്കുന്നത് നല്ലവണ്ണം മൂക്കണമെന്നില്ല, ഒരു 3/4% മൂപ്പ് മതി. അതിനുശേഷം നമുക്കിത് വേണ്ട ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക്, കടുക്, ഉലുവ, അത് രണ്ടും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് വേപ്പില, നല്ലെണ്ണ, വിനാഗിരി, ഇത്രയും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ വറുക്കാൻ ഉപയോഗിച്ച നല്ലെണ്ണ തന്നെയാണ്. അത് ചെമ്മീൻ വറുത്ത് കഴിഞ്ഞ് ഉപയോഗിച്ച ആ എണ്ണ തന്നെ എടുത്തിട്ട് അതിൽ നല്ലവണ്ണം മൂത്ത ശേഷം എണ്ണ മൂപ്പിച്ച ശേഷം കടുക് പൊട്ടിക്കുക. കടുക് നല്ലവണ്ണം പൊട്ടി വന്നു കഴിഞ്ഞ് വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളിക്ക് കുറച്ച് മൂപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇച്ചിരി മൂക്കണം, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇടുന്നത്. അതിനുശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും ഒന്ന് കളർ ചേഞ്ച് ആകുന്നവരെ ഒന്ന് മൂപ്പിക്കുക. ഇഞ്ചിയും കളർ ചേഞ്ച് ആകുന്നവരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിക്കുക. അതിനുശേഷം നമ്മൾ പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒരു കളർ മാറുന്നവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പിന്നീട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ മതിയാകും. അത് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പൗഡർ ഐറ്റം ഒന്നും ഇടുന്നത് കാണിച്ചിട്ടില്ലായിരുന്നു. അതെല്ലാം നമ്മൾ ഇടുമ്പോഴാണ് പറയുന്നത്. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കിലോ ചെമ്മീന് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മതിയാകും. അത് വിട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കടുക്, ഉലുവ, അതിൻ്റെ പൊടിയും കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഇളക്കി കഴിഞ്ഞ ഏകദേശം ഇങ്ങനെ ഒരു പരുവത്തിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് പിന്നാലെ ചേർക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഏകദേശം ഒരു കപ്പ് വിനാഗിരി ആദ്യം ഒഴിക്കുക. പോരെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആദ്യം ഒരു കപ്പ് ഒഴിച്ച് ഗ്രേവി പരുവത്തിലാക്കിയെടുക്കുക. നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ആദ്യം ഇതിൽ ഒന്ന് ചേർത്തതാണ്, വറുത്തതിലുമൊക്കെ ഒന്ന് ചേർത്തതാണ്. പോരെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ഉപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്കിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. നന്നായി വറുത്ത ചെമ്മീൻ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യുക. നല്ലവണ്ണം വറുത്ത ചെമ്മീൻ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകിൻ്റെ പൊടിയാണ്. വറ്റൽമുളകിൻ്റെ പൊടി അത് ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. അവസാനമായിട്ട് നമുക്ക് അച്ചാറിൻ്റെ മെയിൻ സംഭവമായ കായപ്പൊടിയാണ് ചേർക്കേണ്ടത്. കായപ്പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ തയ്യാറായി. ഇളക്കി തണുത്ത ശേഷം കുപ്പിയിലാക്കുക.